ഹലോ, എല്ലാവർക്കും ഡിഎസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഉരുകി വരട്ടെ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ജീരകം കൂടി ഇട്ട് കൊടുക്കണം. രണ്ടും കൂടി ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പില, ചെറുതായി മുറിച്ച ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതും കൂടി ഇട്ട് 1 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യമെങ്കിൽ മുളക് പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. സവാളയെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ് ഇത് നല്ലതുപോലെ വേവിച്ചെടുത്തതാണ്. നല്ലതുപോലെ വെന്ത് കിട്ടണം. ഇതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കട്ടിയിൽ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് പാകത്തിന് ലൂസാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം പഞ്ചസാരയും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. നമ്മൾ ഗ്രീൻ പീസ് കറി വെക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ കറിയെല്ലാം നല്ലതുപോലെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.